അരപ്പാവാടക്കാരി അങ്ങ് വളർന്നു വലുതായല്ലോ. ഈ പൊടിമീശക്കാരനും പൊടിമീശലടിക്കുന്നവര് ആരാ പറഞ്ഞെന്ന്? അതല്ല, ഈ പൊടിമീശക്കാരനും. കല്യാണം ഒരുപാട് ആലോചനകൾ വന്നു, പക്ഷെ ഒന്നും നടന്നില്ല. വന്ന ആലോചനക്കാരൊക്കെ വീട്ടിൽ പോയിട്ട് നല്ലോണം ആലോചിച്ച് കാണും. അതുകൊണ്ടല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് തനിച്ചാ. കൊച്ചു കള്ളൻ. കൊച്ചു കള്ളൻ കുറച്ചു നേരമായിട്ട് ഇവിടെ വെയിറ്റിംഗ്. മിണ്ടാതിരുന്നോ? അതാരാ? അത് ഇന്നലെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചൊരു കള്ളനാ. മെഡിക്കലിന് കൊണ്ടുവന്നതാ. മെഡിക്കലിന് വന്നാണോ? എന്റെ കഞ്ഞി മെഡിക്കലാ എന്ന് പറഞ്ഞ എനിക്കൂടെ വാങ്ങിക്കോ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. എന്ത്? കഞ്ഞി മേടിക്കാൻ പോവല്ലേ? കഞ്ഞി മേടിക്കാൻ പോണ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തതിന് ശേഷം എന്റെ ആദ്യത്തെ മെഡിക്കലാ. അതെ, സാബിയുടെ പണ്ടേ ഉടായിപ്പാന്ന് എനിക്കറിയാം. ശരിക്കും ഡോക്ടർ തന്നെയാണോ? സത്യമായിട്ടും ഡോക്ടർ. നിങ്ങള് മെഡിക്കൽ എടുക്കണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുള്ള ജയിലിൽ പോയി കിടക്കാനല്ലേ? അവനെ പിടിച്ചുകൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ കഴിച്ചിട്ട് വേഗം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവസി കിട്ടില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. കൊണ്ടുപോവാ. വലയിട്ട് മൂടി പിടിച്ചുകൊണ്ട് അതെന്താ റംബുട്ടാനോ? റംബുട്ടാനേക്കാളും വലിയ മുതലാ. മുംബൈ പോലീസ് 5 ലക്ഷം രൂപ വില പറഞ്ഞിട്ട് വരെ തലക്കി. അങ്ങനെയാണെങ്കിൽ മുംബൈ പോലീസിന് പിടിച്ചു കൊടുത്തിട്ട് കാശ് മേടിച്ചൂടെ? ഞാൻ അവരെ വിളിച്ചതാ, പക്ഷെ ഇപ്പൊ അവരുടെ അടുത്ത് റൊക്ക എടുക്കാൻ കാശില്ലാന്ന്. കാശ് കിട്ടുമ്പോ അവര് വിളിക്കാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വേണം എനിക്ക് 2 കടകള് വാങ്ങിക്കാൻ. എന്റെ സാറേ, മുംബൈ പോലീസിന്റെ അടുത്ത് 3.5 ലക്ഷം രൂപ പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചേക്കണ. എടാ, നിന്നെ പിടിച്ച് നീ പോലീസിൽ ഏൽപ്പിച്ച പോയി ജയിലിൽ കിടക്കണ്ടേ? 1 ലക്ഷം രൂപ കോടതി കെട്ടി വെച്ചാൽ നീ സുഖമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി പോരാം. 2.5 ലക്ഷം രൂപ ബാക്കി കയ്യിൽ അടിച്ചു പൊളിക്കാൻ പാടില്ലേ? അമ്പടോ, കാഞ്ഞ ബുദ്ധിയല്ലോ നിനക്ക്. ഇവനെങ്ങനെ നിർത്തിയാ മതിയോ? വലയെന്ന് പുറത്തേക്ക് ഇറക്കണ്ടേ? എന്റെ സാറേ, ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. എന്തൊരു ഉഷ്ണെന്ന് പറയാൻ അതിനകത്ത്. വലയരുള്ളില്ല ഉഷ്ണ എവിടെയായാലും ഉഷ്ണല്ലേ. ഹലോ, എന്തോ വലയെന്ന് പുറത്തിറങ്ങണ്ടേ? ഇല്ലേ?